രാത്രിയാകുമ്പോൾ വീട്ടിൽ ഇതേപോലെ ഈയാമ്പാറ്റകളെ കാണാറുണ്ടോ? വീട്ടിൽ ഈയാമ്പാറ്റകളെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചെതലുണ്ടാവും. ഈ ഈയാമ്പാറ്റകൾ എവിടെ നിന്നാണ് വരണതെന്ന് നോക്കി വന്നപ്പോഴാണ് കബോർഡിൻ്റെ ഒരു ചെറിയ ഹോളിലൂടെയാണ് വരുന്നതെന്ന് കണ്ടത്. പ്ലൈവുഡും മൈക്കൊക്കെ ഉപയോഗിച്ച് പണിത ഒരു കബോർഡായിരുന്നു. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ ഈ ചെതലിനെ ഒന്നും കാണാൻ പറ്റില്ല. ഒരു ചെറിയ പീസ് ഇളക്കി മാറ്റിയപ്പോഴാണ് ഇതിനുള്ളിൽ ഇത്രയും ഈയാമ്പാറ്റയും ചെതലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. വീട് പണിയുന്നവർക്കും അതേപോലെ തന്നെ റിനോവേഷൻ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ മണ്ടത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി ആർക്കും അത് പറ്റില്ല എന്ന് കരുതിയിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. ചിതലിന് ചിറക് വരുന്നതാണ് ഈയാമ്പാറ്റകളെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ എവിടെയെങ്കിലും ഈയാമ്പാറ്റകളെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ഏതെങ്കിലും ഭാഗത്ത് ചെതലുണ്ടാവും. അപ്പോൾ ചെതലിനെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചും തുരത്താൻ പറ്റും. പിന്നെ വേറെ 2 നല്ല അടിപൊളി പ്രൊഡക്റ്റ് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിതലിനെ തുരത്താനുള്ള 3 മാർഗ്ഗങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്ത് ആദ്യം ടോയ്ലറ്റ് ആയിരുന്നു. അതാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ കബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തത്. പക്ഷേ ആ സമയത്ത് നമ്മളിത് ഇതേപോലെ ഒരു പോർഷൻ കുറച്ചൊന്ന് തേക്കാതെയാണ് ഈ പ്ലൈവുഡ് വെച്ച് കവർ ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തത്. അതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ ഒരിക്കലും ഇതേപോലെ പൊളിച്ച ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അത് തേക്കാതെ നമ്മൾ ഒട്ടും തന്നെ ഇതേപോലെയുള്ള കബോർഡ് വർക്കുകൾ ഒന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് പ്ലൈവുഡ് വെച്ചിട്ട്. മൾട്ടിവുഡ് ആണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ പകുതിയോളം ഭാഗം ചെതലരിച്ചു പോയി. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ചെതലിനെ എല്ലാം കളഞ്ഞ് ആ ഒരു ഭാഗം തേക്കാത്ത ഭാഗം തേച്ച് ഫിനിഷ് ചെയ്ത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ചെതൽ കയറിയ പ്ലൈവുഡിൻ്റെ ഭാഗങ്ങളും അതേപോലെ തന്നെ ചെതലിനെ ഒഴിവാക്കിയതിന് ശേഷം ഞങ്ങളിത് ടെർമിനേറ്ററാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. ടെർമിനേറ്റർ നമുക്ക് എല്ലാ പെയിൻറ്റ് കടകളിലൊക്കെ അവൈലബിൾ ആണ്. ചിതലിനെ പെട്ടെന്ന് നശിപ്പിക്കാനായിട്ട് ഈ ഒരു കെമിക്കൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കബോർഡൊക്കെ പണിയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇതേപോലെ കെമിക്കൽ അടിച്ചതിന് ശേഷം പണിയുകയാണെങ്കിലും ചെതൽ വരാതിരിക്കാനൊക്കെ നല്ലതാണ്. ടെർമിനേറ്റർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ചിതലിനെ തുരത്താൻ പറ്റിയ ഒരു നല്ലൊരു സൊല്യൂഷനും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ചിതലിനെ തുരത്താനായിട്ട് നമുക്ക് ടെർമിനേറ്ററോ അല്ലെങ്കിൽ ബൈഫ്ലെക്സ് TC എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ പെട്രോളിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതും നല്ല ഒരു പ്രൊഡക്റ്റാണ്. ബൈഫ്ലെക്സ് TC എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റും ചെതലിനെ തുരത്താൻ നല്ലതാണെന്നാണ് മരപ്പണിക്കാരൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇനി നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചിതലിനെ തുരത്താനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിനായിട്ട് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിമ്മിൻ്റെയോ അല്ലെങ്കിൽ പ്രില്ലിൻ്റെയോ ലിക്വിഡാണ്. അപ്പോൾ അത് ഏകദേശം 1 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായമാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടിയോ കായത്തിൻ്റെ കട്ടയോ യൂസ് ചെയ്യാം. കായം കട്ടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മെൽറ്റാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഏകദേശം 1 സ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കായത്തിൻ്റെ സ്മെല്ലും കായത്തിൻ്റെ ആ ഒരു എഫക്റ്റും കൊണ്ട് ചെതലുകൾ പെട്ടെന്ന് നശിച്ചു പൊക്കോളും. ചെറിയ ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാം പെട്ടെന്ന് മിക്സായി കിട്ടും. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിക്കാം. ബോട്ടിലിൻ്റെ മൂടിയിൽ ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെതലുള്ള ഭാഗത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെതലിൻ്റെ ശല്യം മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഭിത്തിയുടെ ഭാഗത്താണ്. അപ്പോൾ ഭിത്തിയുടെ ഭാഗത്തുള്ള ചെതലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കബോർഡിലും അതേപോലെ തന്നെ മരത്തിൻ്റെ ഫർണിച്ചറുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിന് പകരം പെട്രോളിലോ മണ്ണെണ്ണയിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെതലൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ മരുന്നൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഇവിടെ തേച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം മൾട്ടിവുഡ് ഉപയോഗിച്ച് കവർ ചെയ്ത് ഭംഗിയാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ മൾട്ടിവുഡിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും നല്ല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറയണേ. നമ്മൾ കബോർഡൊക്കെ പണിയുമ്പോൾ എങ്ങനെയായാലും മൾട്ടിവുഡ് തന്നെ യൂസ് ചെയ്ത് പണിയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൾട്ടിവുഡ് യൂസ് ചെയ്ത് കിച്ചണിലൊക്കെ ചെയ്ത കബോർഡ്സിന് ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നമ്മൾ കബോർഡിൻ്റെ വർക്ക് ഏൽപ്പിക്കുമ്പോൾ ഈ കബോർഡിൻ്റെ വർക്ക് ചെയ്ത് തരുന്നവർ ചില ആളുകൾ ഡോറ് മാത്രം മൾട്ടിവുഡ് വെച്ചിട്ട് ഉള്ളിലുള്ള ആ ഒരു ചട്ടമൊക്കെ പ്ലൈവുഡിൽ തന്നെ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല. ഡോറ് മാത്രം മൾട്ടിവുഡ് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കബോർഡൊക്കെ വെക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് മൾട്ടിവുഡിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണേ.
വീട് പണിയുന്നവർക്കും അതേപോലെ തന്നെ വീട് പുതുക്കി പണിയുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.